അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ. PQR be a triangle such that PQ vector PQ equal to minus 2i minus j plus 2k and PR vector AI plus BJ minus 4k AB element of Z. Let S be the point on QR which is equidistant from the lines PQ and PR. If modulus of PR equal to 9 and PS equal to I minus 7j plus 2k, then the value of 3a minus 4b is. ട്രയാങ്കിളിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ രണ്ട് സൈഡ്സ് വെക്റ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. എസ് മൂന്നാമത്തെ സൈഡിലൊരു പോയിന്റ് ആണ് വിച്ച് ഇസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ഈ രണ്ട് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ആ ഫിഗർ ഒന്ന് വരക്കാം. PQR പറഞ്ഞിട്ടുള്ളത് വെക്റ്റർ PQ അത് -2i - j + 2k ആണ്. ഓക്കെ, PR വെക്റ്റർ അത് ഇത്. ഇനി there is a point S on QR which is equidistant from PQ and PR. ഈ PQ നും PR നും അതിലേക്കുള്ള ഡിസ്റ്റൻസ് അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. നമുക്ക് ഇതും കൂടി അങ്ങ് ജോയിൻ ചെയ്യാം. ഇപ്പോ ഇത് ടിയും യുവും എടുത്താൽ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ PTS-ഉം ട്രയാങ്കിൾ PUS നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കോൺഗ്രുവന്റ് ആണ്. എങ്ങനെ കോൺഗ്രുവന്റ് ആയി? ഒരു ആംഗിൾ 90 ഡിഗ്രി, ഈ സൈഡും ഈക്വൽ. ഈ സൈഡ് ആണെങ്കിൽ കോമൺ സൈഡ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് ഈക്വൽ, പിന്നെ മൂന്നാമത്തെ സൈഡ്സും ഈക്വൽ ആവണം. അപ്പൊ PTS ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ PUS. അപ്പൊ ഇതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും കറസ്പോണ്ടിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഇത് രണ്ടും തീറ്റയാണ്. ആ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഇനി വേറൊരു കാര്യമുള്ളത്, PR-ന്റെ വാല്യൂ 9 ആണ്. മോഡുലസ് ഓഫ് PR ഇസ് ഈക്വൽ ടു 9. PR എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് AI പ്ലസ് BJ മൈനസ് 4k ഈക്വൽ ടു 9. അപ്പൊ റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് 16 ഈക്വൽ ടു 9. അപ്പൊ A² പ്ലസ് B² പ്ലസ് 16 ഈക്വൽ ടു 81. A² പ്ലസ് B² ഇസ് ഈക്വൽ ടു 65. A² പ്ലസ് B² ഈക്വൽ ടു 65 എന്ന് കിട്ടും. നമുക്ക് 3a - 7b ആണ് ആവശ്യം. ഇനി വേറെ എന്താണുള്ളത്? PS എന്ന് പറഞ്ഞ ഈ വെക്ടർ അറിയാം. ഓക്കെ, ആ വെക്ടർ അറിയാം. പിന്നെ PR-ന്റെ ലെങ്ത് PQ കിട്ടും. PS-ഉം PR-ഉം. പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ രണ്ട് ആംഗിൾ തീറ്റ എന്ന് കിട്ടിയല്ലോ. ഈ കോൺഫ്ലുവൻസ് കണ്ടുപിടിച്ച എന്തിനാ? അത് രണ്ടും തീറ്റയാണല്ലോ. ആ തീറ്റന്റെ രണ്ട് ടേംസിൽ എഴുതാം. തീറ്റ എന്ന് പറഞ്ഞാൽ PQ-നും PR-നും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതേപോലെ തന്നെ PR അല്ല, ഇത് S ആണ്. PS-നും PR-നും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ആ തീറ്റനെ ഒരേ തീറ്റയാണ്. അപ്പൊ ആ കോസ് തീറ്റനെ രണ്ട് ടേംസിൽ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? PS ഡോട്ട് PQ ബൈ മോഡുലസ് ഓഫ് PS മോഡുലസ് ഓഫ് PQ എന്ന് ഇവിടെ നിന്ന് കോസ് തീറ്റ എഴുതാം. അതേ തീറ്റ തന്നെയാണല്ലോ അപ്പുറത്തും. അപ്പോ PS ഡോട്ട് PR ഇസ് ഓൾസോ ഈക്വൽ PS ബൈ PR. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. ഇത് രണ്ടും ക്യാൻസൽ ആയി. ഇനി മോഡുലസ് ഓഫ് PR എന്താ? മോഡുലസ് ഓഫ് PR 9 ആണ്. അപ്പൊ ഇത് 9. ഇനി PR പറഞ്ഞിട്ടുണ്ടോ? PR പറഞ്ഞിട്ടുണ്ട്. ഇനി PR ഡോട്ട് PS 1 - 7 2. PR ആണെങ്കിലോ PR ഇസ് AB - 4. അപ്പൊ PR ഡോട്ട് PS എന്താവും? A - 7B - 8 ആണ് PR ഡോട്ട് PS. ഇനി PS ഡോട്ട് PQ-ന്റെ ലെങ്ത് എത്ര? മോഡുലസ് ഓഫ് PQ -2 - 1 2 ആണ്. PQ -2 - 1 2 -2 - 1 2 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് PQ 3 ആണ്. PS ഡോട്ട് PQ ഇവിടെ നിന്ന് കാണാൻ പറ്റും. PS ഡോട്ട് PQ ഇസ് -2
7 പിന്നെ 4. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഇത് 3, 4 + 7 11, അപ്പൊ 9 27, a - 7b - 8. അപ്പൊ a - 7b = 35 എന്ന് കിട്ടും. വേറൊരു ഇക്വേഷൻ, എയിലും ബിയിലും ഒരു ഇക്വേഷൻ കൂടി കിട്ടി. a - 7b 35, a² + b² = 65. അപ്പൊ a² + b² = 65. a² പകരം 35 + 7b² എന്ന് കൊടുക്കുന്നു. plus b² = 65. 49b², ഇത് 49b², പിന്നെ 35ന്റെ സ്ക്വയർ 7 × 35 × b × 2 plus b² - 65 = 0. അപ്പോ മൊത്തം 50b², പിന്നെ 14 × 35b plus 35² - 65 0. അപ്പൊ അതില് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10b², 14 × 7 എത്ര വരും? 7 24 98b പ്ലസ് ഇവിടെ 35 × ഒരു 7, 5 പോയി, -13 = 0. 35 × 7, 35 3 214, അവിടുന്ന് 3 പോയാൽ 2 232. അപ്പോ 5b² 49b plus 116 = 0. അത് സോൾവ് ചെയ്യണം. b = -b plus or minus b² minus 4ac 5 × 116 by 2a 10. 49ന്റെ സ്ക്വയർ 81 8ഉം 9 4 36ഉം 36 + 8 44, 36 3 19, അപ്പോ 1401. ഇത് 20 ആണ്, അപ്പൊ 232. 4 × 5 × 116 അല്ല, 49ന്റെ സ്ക്വയർ ഇതല്ലല്ലോ, 8. 9 × 4 എത്ര? 36, 36 44. 4 × 9 36, അപ്പൊ ഇവിടെ 3 വരും, 19. 2401 അല്ലേ? 2401. അപ്പുറത്തോ 232 0, അപ്പൊ 81 വരും. അപ്പൊ -49 plus or minus 9/40. അപ്പൊ b = -49 plus 9/40. b എത്ര വരും? 40 അല്ല, 10. -40/10 = b = -4. ഇത് ഇൻഡിജർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് b -4 എടുത്തത്, മറ്റേ വാല്യൂ എടുത്തിട്ടില്ല. b -4 ആണെങ്കിൽ പിന്നെ a എന്താവും? 35 + 7b. a = 35 + 7b. 35 - 28, a = 7. അങ്ങനെയാണെങ്കിൽ 3a - 4b ആണ് ആൻസർ. 3a is 21, 4b 16, 37. 37 ആണ് ഇതിന്റെ ആൻസർ. 37.